प्यारे बच्चों नमस्ते। सबको हिंदी कक्षा में स्वागत। सबको सुख है ना? सब नाश्ता पानी किया? अरे ഭക്ഷണമൊക്കെ കഴിച്ചോ? बताओ क्या क्या विशेष है? अच्छी तरह पढ़ा है ना? ഇന്ന് ഡിറ്റേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ? बेटे चलोടെ ये 8 लाइन लास्टिൽ എഴുതാം. पिछले कक्षा में हम कबीरदास के बारे में पढ़े. सबको समझा है ना? आज हम उसका नोट्स लिखे. सब പുസ്തിക ലേഖർ ലിഖോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കബീർദാസിൻ്റെ പാഠം പഠിച്ചു. അപ്പം അതിൻ്റെ നോട്ട്സ് എഴുതാം. എല്ലാവരും ബുക്ക് എടുക്കുക. മീനിങ്സ് ഒക്കെ എഴുതിയിരുന്നോ? പാഠ് 14 സന്ത് കബീർ എഴുതി മീനിങ്സ് എഴുതിയതിന് ശേഷം ഉത്തർ ദോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഛാടി കെ പീച്ചെ നീരുനെ ക്യാ ദേഖ? ഇത് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ആ കുറ്റിക്കാടിൻ്റെ പുറകിൽ നീരു എന്താണ് കണ്ടത്? ആൻസർ, ഛാടി കെ പീച്ചെ നീരുനെ एक टोकरी दिखाई दी. टोकरी में एक बच्चा लेटा था. അതായത് കുറ്റിക്കാടിൻ്റെ പുറകിൽ നീരു एक ടോക്കരി എന്ന് പറഞ്ഞ ഒരു സ്മാൾ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു കുട്ട അല്ലേ, ദിക്കായി ദി കണ്ടു. അപ്പോൾ ഒരു കുട്ടയാണ് കണ്ടത്. ടോക്കരിമേം एक बच्चा लेटा था. ആ കുട്ടയ്ക്കകത്ത് എന്താ ഉണ്ടായിരുന്നത്? ഏക്ക് ബച്ച ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. മനസ്സിലായോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, കബീർ കിസ്കെ ഘർമേം പൽനെ ലഗെ? കബീർ ആരുടെ വീട്ടിലാണ് വളർന്നു വന്നത്? കബീർ നീരു ഓർ നീമാക്കെ ഘർമേം പൽനെ ലഗെ. കബീർ നീരുവിൻ്റെയും നീമയുടെയും വീട്ടിലാണ് വളർന്നു വന്നത്. നെക്സ്റ്റ്, കബീർദാസ് കെ ഗുരു കാ ക്യാ നാം ഥ? കബീർദാസിൻ്റെ ഗുരുവിൻ്റെ പേരെന്തായിരുന്നു? കബീർദാസ് കെ ഗുരു കാ നാം രാമാനന്ദ് ഥ. കബീർദാസിൻ്റെ ഗുരുവിൻ്റെ പേര് രാമാനന്ദ് എന്നായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, കബീർദാസ് അപ്പനെ ഉപദേശ് കിസ് രൂപമേം ദേത്തെ ഥേ? കബീർദാസ് തൻ്റെ ഉപദേശം ഏത് രൂപത്തിലാണ് ആളുകൾക്ക് കൊടുത്തിരുന്നത്? ആൻസർ, കബീർദാസ് ദോഹെ और സാക്യോं के रूप में उपदेश देते थे. അതായത് ദോഹ और സാക്യം. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളിലൂടെയാണ് തൻ്റെ ഉപദേശങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചത്. അത് ശ്രദ്ധിച്ച് പഠിക്കണം. ദോഹെ और സാക്യോം, ദോഹെ और സാക്യോं के रूप में उपदेश देते थे. ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ? ഇനി ഫിൽ ദ ബ്ലാങ്ക്സ്. നീരു നാം കാ ഏക് ഡാഷ് ഥ? നീരു നാം കാ ഏക് ഡാഷ് ഥ. നീരു എന്നു പേരായ ഒരു ഡാഷ് ഉണ്ടായിരുന്നു. ആരായിരുന്നു? ജുലാഹ. ജുലാഹയുടെ മീനിങ് വീവർ, ഒരു നെയ്ത്തുകാരൻ ഉണ്ടായിരുന്നു. രണ്ടാമത്തത്, കബീർ കോ നീരുനെ ഡാഷ് കെ പാസ് മദ്രസേ മേ ഭർത്തി കർവാ ദിയ? അതായത് കബീറിനെ നീരു ഡാഷ് കെ പാസ്, ഡാഷിൻ്റെ അടുത്ത് മദ്രസയിൽ പഠിക്കാനായിട്ട് പ്രവേശിപ്പിച്ചു. ആരുടെ അടുത്തായിരുന്നു? മൗലവി അല്ലേ, മൗലവി. നെക്സ്റ്റ്, ഇസെ കബീർ ഡാഷ് കൗത്തേ ഹേ? കബീർദാസ് ഉപദേശങ്ങളൊക്കെ എഴുതിയത് ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കബീർ പന്ത്. അവിടെ ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം. തായല്ല, പന്ത് അല്ലേ. രണ്ടാമത്തെ ധായാണ്, ശ്രദ്ധിച്ച് പഠിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഉൻകാ ദേഹാന്ത് ഉത്തർപ്രദേശ് കെ ഡാഷ് നാമക് സ്ഥാൻ മേ ഹുവ? അതായത് അദ്ദേഹത്തിൻ്റെ മരണം ഉത്തർപ്രദേശിലെ ഡാഷ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? മഗഹർ. അപ്പം മഗഹർ എന്ന് പറയുന്ന ആ സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അപ്പം ഈ ആൻസർ 4 നന്നായിട്ട് 5 ടൈംസ് എഴുതി പഠിക്കണം. ഫിൽ ദ ബ്ലാങ്ക്സിൻ്റെ പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം എഴുതി പഠിക്കണം കേട്ടോ. ഇനി ടെക്സ്റ്റിൽ പേജ് നമ്പർ 61 എടുക്കുക. പേജ് നമ്പർ 61, അതായത് ഈ പാഠത്തിൻ്റെ ബാക്കിൽ പഠോ സമച്ചോ ഓർ ലിഖോ. അതവിടെ 2 സൈഡിലായിട്ട് കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. അതായത് ക്രിയാപദത്തിൽ നിന്നും ഭാവവാചക സംജ്ഞാരൂപം ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇതുപോലെ അങ്ങ് പഠിച്ചു വയ്ക്കുക. നോട്ട്ബുക്കിൽ എഴുതണം. നോട്ട്ബുക്കിൽ എഴുതിയതിന് ശേഷം എഴുതി പഠിക്കുന്ന ബുക്കിനകത്ത് 5 ടൈംസ് എഴുതി പഠിക്കുകയും ചെയ്യണം ഓരോന്നും. ഓക്കെ. അപ്പം ആദ്യത്തെ പഠന എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ള ക്രിയ. അതിൽ നിന്നും പഠായി എന്ന് പറയുന്ന
ഭാവവാചക സംജ്ഞാരൂപമാണ് കിട്ടുന്നത്. അപ്പം ലിഖിന എഴുതുക, ലിഖായി. പഠന പഠായി, ലിഖിന ലിഖായി. ചതുർ സാമർഥ്യം, ചതുരായി. കഠിൻ കഠിനായി. ഊഞ്ച ഊഞ്ചായി. ബുര ബുരായി. കാട്ടിന, അവിടെ ശ്രദ്ധിക്കണം, കാട്ടായി എന്നൊന്നും പറഞ്ഞ് പഠിച്ചേക്കരുത്, കഠായി. അപ്പം ഭാവവാചക സംജ്ഞ വരുമ്പം കായ്ക്ക് ദീർഘമില്ല, ഠായിക്കാണ് ദീർഘം, കഠായി. കൂതിന കുതായി. നാപ്പ് നപായി. ബണ്ട ബണ്ടായി. ലാദിന ലതായി. അപ്പം ലാസ്റ്റ് പറഞ്ഞ ഒരു 5 വ്യത്യാസമുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് പഠിക്കണം. മനസ്സിലായ? ഒന്നും കൂടി പറയാം. പഠന പഠായി, ലിഖിന ലിഖായി, ചതുർ ചതുരായി, കഠിൻ കഠിനായി, ഊഞ്ച ഊഞ്ചായി, ബുര ബുരായി, കാട്ന കഠായി, കൂതിന കുതായി, നാപ് നപായി, ബണ്ട ബണ്ടായി, ലാദിന ലതായി. മനസ്സിലായല്ലോ? അപ്പം നോട്ട്ബുക്കിനകത്തോട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഴുതിയതിന് ശേഷം പഠോ ഔർ സമച്ചോ എന്ന് പറഞ്ഞിട്ട് ഇതും കൂടി എഴുതുക, പഠിക്കുകയും ചെയ്യണം. പരീക്ഷയ്ക്ക് ചോദിക്കും, മാതൃക പോലെ തന്നിട്ട് എഴുതാനായിട്ട് പറയും. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് നോട്ട്സ് ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാവരും ഡിറ്റേഷൻ ബുക്ക് എടുക്കുക. ഡിറ്റേഷൻ ബുക്ക് എടുത്തിട്ട് ബെഡേ ചാലോ എന്ന് പറയുന്ന കവിത ഹെഡിങ് കൊടുക്കുക. എത്രാമത്തെ ഡിറ്റേഷൻ ആണെന്ന് ഹെഡിങ് എഴുതുക. അതിനുശേഷം ബെഡേ ചാലോ എന്ന് എഴുതി ആ 8 ലൈൻസ് എഴുതി വയ്ക്കുക. പേരൻസ് അതൊന്ന് ശ്രദ്ധിച്ച് എഴുതി വാങ്ങിച്ച് വയ്ക്കണം. ഓക്കെ, ടേക്ക് ഹേ, ധന്യവാദ്.